നൂറുദ്ദീൻ വേണം. മിനിസ്റ്റർ എത്തിയിട്ടുണ്ട്. നമുക്ക് മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ അവിടെയുണ്ട്. നമുക്ക് മിനിസ്റ്റർ മുഹമ്മദ് റിയാസിലേക്ക് കൂടി വരാം. നൂറുദ്ദീൻ്റെ ഒരു വാർഡാണ് ഇല്ലാതായതെന്ന് പറയുമ്പോൾ അതിൻ്റെ അനുഭവം എത്രയുണ്ടെന്ന് മനസ്സിലാക്കി. ഒരു പഞ്ചായത്ത് മെമ്പറെ സംബന്ധിച്ച് ഒരു വാർഡ് ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ആ ലോകമില്ലാതായി എന്നാണ്. ഒരു വാർഡ് മെമ്പർക്ക് ആ ലോകം ഇല്ലാതാവുന്നു എന്നുള്ളത് ചെറിയ കാര്യം അല്ല, ഏറെ സങ്കടപ്പെടുത്തുന്നൊരു കാര്യം കൂടിയാണ്. ഇപ്പോൾ മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് നമുക്കിപ്പോൾ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ. രാവിലെ ഇത്രയും ബുദ്ധിമുട്ടി നമുക്കൊപ്പം ചേരുകയാണ്. ഇതൊന്നൊരു ബുദ്ധിമുട്ടല്ല. മിനിസ്റ്ററെ സംബന്ധിച്ച് അന്നത്തെ ദിവസമൊക്കെ നമ്മൾ ആ കാഴ്ചകൾ കണ്ടതുമാണ്. ഞങ്ങൾ മോളിൽ പോയിരുന്നു. നമ്മുടെ നൂറുദ്ദീനാണിത്. അന്ന് പാലം കടന്ന് വരുമ്പോൾ സാറാണ് എന്നെ അവിടുന്ന് പാലത്തിൻ്റെ അവിടുന്ന് ഫസ്റ്റ് കൈ തന്ന് എന്നെ അങ്ങോട്ട് കടത്തിയത്. നൂറുദ്ദീൻ പറയായിരുന്നു നൂറുദ്ദീൻ്റെ വാർഡ് 12ആണ്. നൂറുദ്ദീൻ്റെ വാർഡില്ല. 11ലേക്ക് മാറി. ഒരു ജനപ്രതിനിധിക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ സങ്കടങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ആ മണ്ഡലം ഇല്ലാതാവുക, അല്ലെങ്കിൽ ആ ഒരു ലോകം. നൂറുദ്ദീൻ്റെ ലോകമായിരുന്നു അത്. നൂറുദ്ദീൻ പറയായിരുന്നു ഇവരെ ചെയ്ത ഒക്കെ നല്ല കാര്യങ്ങളാണ്, ഇത്രയും പെട്ടെന്ന് അവരെ ഒന്ന് മാറ്റി കിട്ടുക, അത് മാത്രമാണ്. നന്ദി പറയാം. എനിക്ക് സാറോടും പറയാനുള്ള എല്ലാ സഹായങ്ങളും എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം എൻ്റെ വണ്ടിയിൽ വരുമ്പോൾ അങ്ങോട്ട് അമ്മ മരിച്ചവരൊക്കെ വന്ന് അവരും പറഞ്ഞത് എത്രയും പെട്ടെന്ന് സാറോട് ഞാൻ നമ്മുടെ മുഖ്യമന്ത്രി സാറോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് ആക്റ്റീവായിട്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ആളുകളെ ഒന്ന് വീട്ടിലേക്ക് മാറ്റണം. തീർച്ചയായിട്ടും. ശരി. അപ്പോൾ താങ്ക് യു മിനിസ്റ്റർ. നമുക്കിപ്പോൾ ഉണ്ട്. നൂറുദ്ദീൻ പറഞ്ഞത് നമ്മൾ കേട്ടു. അതൊരു സങ്കടകരമായ ഒരു കാഴ്ച. നമുക്ക് കുറച്ച് നടക്കാൻ. ഓക്കെ, മഴല്ല. ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എനിക്കൊന്ന് ഇടയ്ക്ക് മിനിസ്റ്റർ വന്നിരുന്നു. ഒരു വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ എന്തായിരുന്നു ആ ഒരു ഓർമ്മയുണ്ടല്ലോ ഒരു വർഷത്തിൽ. ഞാനിപ്പോൾ വരുമ്പോൾ നമ്മുടെ റഫീഖ് ഉണ്ട്, നമ്മുടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി. അന്ന് റഫീഖ് DYFI ജില്ലാ സെക്രട്ടറി ആയിരുന്നു അന്നത്തെ. ഞാൻ പറയുന്നുണ്ട് വരുമ്പോൾ ഞങ്ങൾ ഷിലൂരിലായിരുന്നല്ലോ, ഡോക്ടർ അരുൺ അറിയാം. ഷിലൂരിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ദിവസത്തിന് ശേഷം തിരുവനന്തപുരത്തേക്ക് വരിക. അപ്പോൾ ട്രെയിന് വരുമ്പോൾ പുലർച്ചെയാണ് ഫോൺ വരുന്നത്. എൻ്റെ ഫോണ് ബാഗിലായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ള കിച്ചുവിൻ്റെ ഫോണിലാണ്, മിഥുൻ ഫോണിലാണ് മുഖ്യമന്ത്രി വിളിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ മുഖ്യമന്ത്രി ഫോണ് എടുത്തപ്പോഴാണ് ഇങ്ങനെ സംഭവം അറിയുന്നത്. എന്നോട് പറഞ്ഞു ഉടനെ തന്നെ അവിടേക്ക് പോകണം, പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പെട്ടെന്ന് ഞങ്ങൾ ചുമതലപ്പെടുത്തിയ മിനിസ്റ്ററും ഞങ്ങളൊക്കെ തന്നെ ഒരു സാധ്യമാകുന്ന സംവിധാനത്തിൽ പെട്ടെന്ന് പോയത്. അങ്ങനെ പെട്ടെന്ന് ഇവിടെ എത്തി ഒരു ഉച്ച സമയത്ത് എത്തുമ്പോൾ ആളുകൾ അവിടെ വീണ്ടും പൊട്ടുന്നുണ്ട്, അങ്ങോട്ട് പോയിക്കുമെന്ന് പറയേ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് അല്ല അങ്ങനെ ഉണ്ടാവുക, ഫോൾസ് ന്യൂസ് ആയിരിക്കും. നമ്മളെ പോവല്ലെന്നുണ്ട് വണ്ടി അവിടെ സൈഡാക്കി. നിങ്ങൾ കണ്ടോ, പൊട്ടുന്ന കണ്ടോ? ഇല്ല. അപ്പോൾ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു. അപ്പോൾ ഇല്ല, കണ്ടിട്ട് അങ്ങനെ പറയുന്നു പൊട്ടുന്നില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ നോക്കരുത്, നമുക്ക് പോയോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ പോവുക. അപ്പോൾ റഫീഖും മുൻ MLA ശശി, ഓർമ്മയില്ല റഫീഖ്, ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് വരിക. ഇങ്ങനെ ഉരുള് പൊട്ടലുന്നുണ്ട് പറഞ്ഞ് അവരൊക്കെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇല്ല, അതിനൊരു സാധ്യതയാണ് എന്നും പറയുന്നു. പിന്നെ ഇവരൊക്കെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവരോ വീട്ടിൽ ഭാര്യ മരിച്ചവരുണ്ട്, കുട്ടി മരിച്ചവരുണ്ട്. കരഞ്ഞുകൊണ്ടാണ് മറ്റുള്ളവരെ ജീവൻ രക്ഷിക്കാൻ ഇടപെടുന്നത്. നമ്മൾ പുറത്തുനിന്ന് വന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നതും ഇപ്പോൾ നമ്മൾ ഫയർഫോഴ്സോ മറ്റോ വന്ന് നടത്തുന്നത് പോലെയല്ല. വീട്ടിൽ അമ്മയും കുട്ടിയൊക്കെ മരിച്ചിട്ട് ആ വിഷമവും മനസ്സിൽ വെച്ചുകൊണ്ട് നടത്തുന്ന രക്ഷാപ്രവർത്തനം രണ്ടാണ്. നമുക്കിപ്പോൾ അപ്പോൾ വീട്ടിലിങ്ങനെ ഒരു പ്രജീഷ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അതെ, റഫീഖെ, പ്രജീഷ്. അപ്പോൾ നമ്മളെ കൂടെ അപ്പോൾ ഒരു അവിടെ ഒരു പീഡിയ, ഞാൻ ഇപ്പോൾ കൺട്രോൾ റൂം കാണിച്ചു കൊടുത്തു. ഇപ്പോൾ അവിടെ പീഡിയ വർക്ക് ചെയ്യണം അവിടെ കൺട്രോൾ റൂം. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. നമ്മൾ ഇരുന്നിട്ട് അങ്ങനെ മന്ത്രിയായിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അതിനെ ഇറങ്ങുകയാണ്. എല്ലാവരും കൂടി ഇറങ്ങി, പറ്റുന്നവരൊക്കെ അവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന അയാളാണ് പറയുന്നത് ഇങ്ങനെ വീട്ടിലിങ്ങനെ മരണം നടന്ന് എൻ്റെ വീട്ടിൽ അതൊക്കെ ഒരു വല്ലാത്ത അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ. നമുക്കൊരു വല്ലാത്ത ഒരു വിഷമമാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് അതിൻ്റെ ഒരു വർക്ക് നടത്തിയത്. അതിൽ എല്ലാ യുവജന സംഘടനകളുടെയും സാന്നിധ്യമുണ്ട്. അന്ന് റഫീഖ് DYFI-യിലാണ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. പ്രസിഡന്റ് ഫ്രാൻസിസ് ആണ് ഇപ്പോൾ DYFI ജില്ലാ സെക്രട്ടറി. എല്ലാ യുവജന സംഘടനകളും പറയുന്നില്ല, എല്ലാവരും ഒരുമിച്ച് നിന്നു. ഇനിയിപ്പോ മിനിസ്റ്റർ ആ വീട് കണ്ടായിരുന്നോ, പുതിയ വീട്? ഇതിപ്പോ അതെ ഇനിയിപ്പോ പോണം. ഈ ഇപ്പം നൂറുദ്ദീൻ പറഞ്ഞതുപോലെ എനിക്കൊന്നും ഇപ്പൊ റവന്യൂ മിനിസ്റ്ററും പറഞ്ഞത് 1-ാം തീയതി ആകുമ്പോഴേക്കും നമുക്ക് താക്കോൽ ദാനത്തിലേക്കുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത്, പ്ലാൻ ചെയ്യുന്നത്.
നമുക്ക് അതിൻ്റെ ഇടയിൽ ഈ കോടതി വ്യവഹാരം വന്നതുകൊണ്ടുള്ള ചില അത് മിനിസ്റ്റർ വിശദീകരിച്ചു. ഒക്ടോബറിലെ ആ തീരുമാനം അന്ന് നടപ്പായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ താക്കോൽ കൊടുത്ത് കയറാമായിരുന്നു. അതെ അതെ, അതിൻ്റെ കുറച്ച് പ്രശ്നം വന്നുവെങ്കിലും നമുക്ക് സാധ്യമാകുന്ന എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പണി നടക്കുമ്പോൾ കുറച്ച് ദിവസം മഴയും വന്നു. എത്ര 110 ദിവസമായി, എത്ര 105 ദിവസം. 105 ദിവസത്തിൽ ഒരു വലിയൊരു സമയം 10-70 ദിവസം മഴ. എന്നാലും കാര്യങ്ങൾ വേഗത്തിൽ പോകുന്നുണ്ട്. നമുക്ക് ഇതിൽ പറഞ്ഞ 1-2 കാര്യങ്ങൾ, അതിൽ 1-2 കാര്യങ്ങൾ റവന്യൂ മിനിസ്റ്റർ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചില ആളുകളെ കൂടി വീടുകൾ ഉൾപ്പെടുത്താനായിട്ട് ബാക്കിയുണ്ട് അല്ലേ നൂറുദ്ദീൻ? കുറച്ച് ആളുകൾ ഈ അതിനോട് ചേർന്ന് കിടക്കുന്ന ആളുകൾ, അതൊക്കെ നമുക്കൊരു 2ാം ഘട്ടത്തിൽ ഒരു പാക്കേജായിട്ട് ആലോചിക്കാവുന്നത്. കളക്ടർ ഒരു ലിസ്റ്റ് ചർച്ച ചെയ്തൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്ത് റവന്യൂ മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യങ്ങൾ. മാത്രമല്ല ഈ കച്ചവടക്കാർ, ഇവിടുത്തെ വ്യാപാരികളായിട്ടുള്ള ആളുകൾ, അവരും ചെറിയ സങ്കടങ്ങൾ രാവിലെ വന്ന് പറഞ്ഞിരുന്നു. അത് അവർ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, ശരിയാണ്, എല്ലാം പോയി. അതിനൊരു ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ഉഴറി നിൽക്കുന്ന മനുഷ്യരുണ്ടല്ലോ. ഇപ്പോൾ ഇതിലെ ചെറിയ ഹോം സ്റ്റേകളായി താമസിച്ച ആളുകൾ, ചൂരൽമലയിലെ ചെറിയ കച്ചവടം നടത്തി ജീവിച്ചവർ, ഇപ്പം അവിടെയുള്ള ബഷീറിക്കെ പോലുള്ള ആളുകൾ. അപ്പോൾ അവർക്കൊക്കെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവരുടെ മുന്നിലൊരു പദ്ധതിയില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല. നമുക്ക് അതിനൊക്കെ ഈ ടൗൺഷിപ്പും കാര്യങ്ങളും വരുമ്പോൾ നമുക്കത് പരിഹാരമാവാം, അല്ലാത്ത നിലയിലും പരിഹാരമാവാം. നമുക്ക് ഒരാൾക്കും അതിൻ്റെ ഭാഗമായിട്ടൊരു പ്രയാസം അനുഭവിക്കേണ്ടി വരില്ല. നേരത്തെ എങ്ങനെയാണോ ജീവിച്ചത് ആ നില തുടരാനും അതിലും നല്ല നിലയിൽ മുന്നോട്ട് പോകുവാനുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്യും, ഇടപെടും. ഈ സ്ഥലമേ ഇത് കണ്ടിട്ട് മനോഹരമായ സ്ഥലമാണ്. പക്ഷെ നൂറുദ്ദീൻ, ഇനി ഇവിടെ ഒന്നും സാധ്യമല്ലല്ലോ അല്ലേ? അത് സാധ്യമാകാൻ വേണ്ടി സാറൊക്കെ ശ്രമിക്കുന്നുണ്ട്. സംശയമല്ല, കാരണം ഇതെല്ലാം ഒരു അപകട സാധ്യതയുള്ള ഒരു മേഖല. എത്ര ആളാ വരുന്നത്, എവിടെ നിൽക്കാരെ വരുന്നത്? ഇതിപ്പോ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ, ഒരു ഡിസാസ്റ്റർ ടൂറിസം ആണല്ലോ. നമ്മൾ അന്നും ചർച്ച ചെയ്താണ്. അന്ന് നമ്മളത് പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആൾ വരുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഓർമ്മകളൊക്കെ വെച്ച് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ്. അതൊരു ആലോചിക്കേണ്ട കാര്യമാണ്.